തന്നെയാണ്. ശരി. കൊല്ലം കളക്ടർ എൻ ദേവിദാസ് ചേരുന്നുണ്ട്. ശ്രീ ദേവിദാസ്, വലിയ ആശങ്കയുണ്ടാക്കുന്ന സംഭവമാണ്. ഇപ്പൊ കൂരിയാട് സംഭവം നമുക്കറിയാം. അതുപോലെ തന്നെ തോന്നുന്നു നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടെത്ത് അത് ഇടിഞ്ഞു താഴ്ന്നിരിക്കുന്നു. ആർക്കും അപകടമൊന്നുമില്ല എങ്കിൽ പോലും ഇത് എത്ര വലിയ ആശങ്ക, ഇതിൽ എന്ത് വീഴ്ച സംഭവിച്ചു എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ഇതിപ്പോ പ്രവർത്തനങ്ങള് ഇതിപ്പോ ഈ അടുത്ത സമയത്ത് നടന്ന കാര്യമാണ്. അത് നമ്മള് ഞാൻ ആ ലൊക്കേഷനിലേക്ക് പോവുകയാണ്. മാത്രമല്ല അതിപ്പോ അവിടെ ഈ വയൽ പ്രദേശമാണ്. അവിടുത്തെ നിർമ്മാണത്തില് ആവശ്യമായിട്ടുള്ള അത് നേരത്തെ നമ്മൾ പ്രദേശവാസികളോട് സംസാരിച്ചിരുന്നു സാർ. അവര് പറയുന്നത് അവര് നേരത്തെ തന്നെ ഇത് പറഞ്ഞതാണ്. അവിടെ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലം വയലാണ്. മാത്രമല്ല ഇത് ഫില്ല് ചെയ്യുന്ന കാര്യത്തിൽ ഉൾപ്പെടെ അവർക്ക് ആശങ്കയുണ്ട്. ഈ പുഴയിൽ നിന്ന് കോരിയിട്ടുള്ള മണലും ഒപ്പം തന്നെ ചെളിയും ഒക്കെയാണ് ഈ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ആശങ്ക അവിടുത്തെ ജനപ്രതിനിധികളോട് നാട്ടുകാർ നേരത്തെ പറഞ്ഞതാണെന്നാണ് പറയുന്നത്. ഇതിന്റെ മെയിൻ സ്ട്രക്ചറിന്റെ ഇതായിരിക്കില്ല അത്. കാരണം അത് സാങ്കേതിക വിദഗ്ധരാണ് പറയേണ്ടത്. NHന്റെ റീജിയണൽ ഹെഡും അതുപോലെ തന്നെ അതിന്റെ പ്രോജക്ട് ഡയറക്ടറും ഇപ്പോ സൈറ്റിലേക്ക് വരുന്നുണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഓക്കെ സാർ, അതിനുശേഷം താങ്കളെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. യെസ്, അദ്ദേഹം കളക്ടറാണ് സംസാരിച്ചത്. അദ്ദേഹം സംഭവ സ്ഥലത്തേക്ക് പോവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ദേശീയപാത അതോറിറ്റിയുടെ വിശദീകരണം ലഭിക്കേണ്ടതുണ്ട്. കാരണം അത്ര വലിയ വീഴ്ച സംഭവിക്കുന്നു എന്ന് കാണാവുന്നതാണ്. ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. അവിടെ സ്കൂൾ വാഹനം കുടുങ്ങിക്കിടക്കുന്നുണ്ട്, മറ്റു വാഹനങ്ങൾ അതുവഴി പോകുന്നുണ്ട്. പ്രധാന പാതയാണ്, തിരുവനന്തപുരത്തേക്ക് കൊല്ലത്ത് നിന്ന് പോകുന്ന പ്രധാനപ്പെട്ട പാതയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അതിന്റെ നിർമ്മാണത്തിലെ അശാസ്ത്രീയത നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയതാണ്. പക്ഷേ ആരും ശ്രദ്ധിച്ചില്ല, ആരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയില്ല എന്ന് അറിയുന്നുണ്ട്. ഇത് അതായത് DPRൽ എന്തെങ്കിലും അട്ടിമറി നടന്നോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പിന്നീട് അന്വേഷിക്കേണ്ടതാണ്. പക്ഷെ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള കാര്യം അത് ആളുകളെ സംബന്ധിച്ച് യാത്ര ചെയ്യാനുള്ള ഭീതി ഉണ്ടാക്കുന്നു. മാത്രവുമല്ല ഗതാഗതം വലിയ രീതിയിൽ തടസ്സപ്പെട്ടിരിക്കുന്നു. അപകടമൊന്നും ഉണ്ടാകാത്തതുകൊണ്ട് ഇല്ലെങ്കിൽ ആ സ്കൂൾ ബസ്സിന് മുകളിലേക്കോ ഇല്ലെങ്കിൽ മറ്റു വാഹനങ്ങളുടെ മുകളിലേക്കോ ഒന്നും ഇത് വീഴാത്തത് കൊണ്ട് അതിനെ നിസ്സാരമായി കാണാൻ സാധിക്കില്ല. കാരണം ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അത്രയധികം പ്രഷർ വന്ന് അത് താഴ്ന്നു പോകുന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. കൂരിയാടിലേതുപോലെ തന്നെ കൊട്ടിയത്തും ദേശീയപാത ഈ തരത്തിൽ ഇടിഞ്ഞ് താഴ്ന്നിരിക്കുകയാണ്. റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡാണ്. അതിന്റെ മുകളിൽ നിന്ന് ദേശീയപാതയ്ക്ക് മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ആ നാട്ടുകാരൻ ഫൈസൽ പറഞ്ഞതുപോലെ അതിനകത്ത് ചെളിയും മറ്റ് പുഴയിൽ നിന്ന് കായലിൽ നിന്നൊക്കെ എടുത്തിരിക്കുന്ന മണലുമാണ് ഫില്ല് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നു. ഇതൊക്കെ നേരത്തെ തന്നെ പരാതിപ്പെട്ടതാണ്. പല സ്ഥലങ്ങളിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല സ്ഥലങ്ങളിലുമായിട്ടും ഇത്തരത്തിലുള്ള പ്രവൃത്തികളിൽ ഇല്ലെങ്കിൽ അശാസ്ത്രീയമാണ് എന്ന് പറയപ്പെടുന്ന നിർമ്മാണങ്ങളിൽ ഒരു ശ്രദ്ധയും ദേശീയപാത അതോറിറ്റി വെക്കുന്നില്ല. അവരുടെ രീതിക്ക് അവർ പോകുന്നു. ആ പ്രദേശത്തിന്റെ പ്രത്യേകത കൂടി മനസ്സിലാക്കിക്കൊണ്ടാണോ ഇത് ചെയ്യുന്നത് എന്ന സംശയത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു എന്നുള്ളതാണ്. ഇത്രയധികം അപകടങ്ങൾ ദേശീയപാത നിർമ്മാണവുമായി ഉണ്ടായിട്ടുണ്ട്. കോടതിയിൽ കേസ് നിൽക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോഴാണ് വീണ്ടും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. ലിജോ റോളൻസ് ചേരുന്നുണ്ട്. ലിജോ, ഇപ്പോഴറിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? കളക്ടറോട് സംസാരിച്ചു, അദ്ദേഹം അങ്ങോട്ട് പോവുകയാണെന്ന് പറയുന്നു. തന്നെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ആ സ്ഥലത്തേക്ക് എത്തിപ്പെടുക എന്നുള്ളത് തന്നെയാണ് ബുദ്ധിമുട്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ റോഡുകളിലൊക്കെ ഒരു ബ്ലോക്ക് കാരണം മറ്റ് ചില ഇടറോഡുകളിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. നമുക്ക് നൽകാൻ കഴിയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, അതായത് ദേശീയപാത നിർമ്മാണം നടക്കുന്ന ദേശീയപാത ഇടിഞ്ഞു വീണ് സർവീസ് റോഡ് തകർന്ന കൂരിയാടിന് സമാനമായ രീതിയിലാണ് ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെ മുകളിൽ ആ വശങ്ങളിലെല്ലാം തന്നെ ഇടിഞ്ഞ്. കൂരിയാടിലാണെങ്കിൽ ആ സർവീസ് റോഡ് ഇടിഞ്ഞു താഴ്ന്നാണ് അപകടം ഉണ്ടായത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അങ്ങനെയല്ല, മറിച്ച് ഈ ദേശീയപാത നിർമ്മാണം നടക്കുന്ന അതേ ഭാഗം ഇടിഞ്ഞു വീണുകൊണ്ട് സർവീസ് റോഡ് തകർന്നിരിക്കുന്നു. 4 വാഹനങ്ങൾ, അതായത് സ്കൂൾ ബസ് ഉൾപ്പെടെ 4 വാഹനങ്ങളാണ് അവിടെ കുടുങ്ങിയിരിക്കുന്നത്. കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ നാട്ടുകാർ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. പക്ഷെ വാഹനങ്ങളും മറ്റുമൊന്നും അവിടെ നിന്നും ഇപ്പോൾ മാറ്റാൻ കഴിയാത്തൊരവസ്ഥയാണ്. ആളുകളേക്ക് അവിടേക്കൊക്കെ പോകുമ്പോൾ, കാരണം ഇത്രത്തോളം ഉയരത്തിൽ 10-30 മീറ്ററോളം ഉയരത്തിലാണ് ആ വശത്തെ സൈഡ് വാൾ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ അത് കാണാൻ കഴിയുന്നത് അത്രത്തോളം ഉയരത്തിൽ. മാത്രവുമല്ല പ്രഷർ കാരണം ആ പല കോൺക്രീറ്റ് പാളികളും പുറത്തേക്ക് തള്ളി നിൽക്കുമ്പോൾ അത് വീഴ്ന്നു പോകുമോ എന്നുള്ള ഒരു ആശങ്ക ആളുകൾക്കുള്ളത് കൊണ്ട് തന്നെ അവിടേക്ക് വീണ്ടും അടുക്കാൻ കഴിയുന്നില്ല. മറ്റു പോലീസ്, ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടേക്ക് എത്താനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ജില്ലാ ഭരണകൂടത്തെ പ്രതികരിച്ചുകൊണ്ട് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവരും അവിടേക്ക് അധികം വൈകാതെ എത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് എങ്ങനെയും പരമാവധി
ആ ഭാഗത്തേക്കുള്ള ഗതാഗതം ഒന്ന് യോഗ്യമാക്കി അതുവഴി അത്യാവശ്യ സർവീസുകൾ ഉൾപ്പെടെയുള്ള പോകുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം ഇപ്പോൾ ഒരുക്കാൻ ശ്രമിക്കുന്നത്. ശരി നമുക്ക് ഒരു അതായത് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞതിന് ശേഷം ഇടവേളയിലേക്ക് പോകാം. ഇപ്പോൾ ആളുകളെ സംബന്ധിച്ച് ഇത് ഏത് വഴിയിലായിരിക്കണം പോവുക, അതായത് പ്രധാനപ്പെട്ട തിരുവനന്തപുരത്തേക്ക് പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാതയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇനി തിരുവനന്തപുരത്തേക്ക് പോകുന്ന ആളുകൾ കൊട്ടിയത്ത് നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് നേരത്തെ ലിജോ പറഞ്ഞതുപോലെ കണ്ണനല്ലൂർ വന്ന് കുണ്ടുമൺ കയറി ഇത്തിക്കര പാലത്തിൽ എത്തി അവിടെ ഹൈവേ വഴി പോകാം എന്നുള്ളൊരു ഓപ്ഷനാണ്. കാരണം ദേശീയപാതയിൽ ഇനിയുള്ള പരിശോധനകൾ ഉണ്ടാകും, ഇനി ആ വഴിയിലൂടെ പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇത്തിക്കര പാലത്തിലേക്ക് ഹൈവേയിലേക്ക് കയറി പോകുന്നതായിരിക്കും കുറച്ചുകൂടി ഭേദമെന്നാണ് നേരത്തെ ലിജോ പറഞ്ഞത്. അതുകൊണ്ട് ആ വഴിയായിരിക്കും കുറച്ചുകൂടി ആളുകൾക്ക് പോകാൻ സൗകര്യമാവുക.